രാജ്യത്തെ ആയിരക്കണക്കിന് വെള്ളപ്പൊക്ക പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമായ നിലവാരത്തിൽ താഴെയായിരുന്നുവെന്ന പുതിയ വിശകലനം കണ്ടെത്തി. മണ്ണൊലിപ്പ്, കേടുപാടുകൾ എന്നിവ മൂലം ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കാത്ത ഏകദേശം 8,500ഓളം പ്രതിരോധ സംവിധാനങ്ങളിൽ 7,000ഓളം എണ്ണം ഉയർന്ന പ്രത്യാഘാത സാധ്യതയുള്ളവയായിരുന്നതായി കണ്ടെത്തി. ഒക്ടോബർ 20ലെ കണക്കനുസരിച്ച് പരിസ്ഥിതി ഏജൻസി പരിശോധിച്ച 92,000 പ്രതിരോധങ്ങളിൽ ഏകദേശം 9% നിലവാരമില്ലാത്തതായിരുന്നെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 മുതൽ റെക്കോർഡ് അളവിലുള്ള നിക്ഷേപം പ്രതിരോധ ശൃംഖലയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിസ്ഥിതി, കൃഷി, ഗ്രാമവികസന വകുപ്പ് പറയുമ്പോൾ പ്രാദേശികമായി പ്രകടമായ അസമത്വങ്ങൾ തുടരുകയാണ്. നോർത്ത് ടൈനസൈറ്റിലും എക്സസിലെ ബ്രെന്റുഡിലും ഹാംഷെയറിലെ ഹാർട്ടിലും 40%-ലധികം വെള്ളപ്പൊക്ക പ്രതിരോധങ്ങളും നിലവാരത്തിന് താഴെയായിരുന്നു. ഓക്സ്ഫോർഡ്ഷെയർ, സറേയുടെ ഭാഗങ്ങൾ, ഗ്രേറ്റർ ലണ്ടൻ എന്നിവ കടന്നുപോകുന്ന ടൈംസ് നദീതട മേഖലയിൽ മഴയും കടലാക്രമണത്തിന്റെയും ഫലമായി എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുടെയും 1/5 ആവശ്യമായ നിലവാരം ഇല്ല എന്നും റിപ്പോർട്ടിലുണ്ട്.